ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട BDJ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചാലക്കുടിയിൽ KE ഉണ്ണികൃഷ്ണൻ, മാവേലിക്കരയിൽ ബൈജു കലാശാല എന്നിവർ മത്സരിക്കും. കൂടിയാലോചനകൾക്ക് ശേഷം മറ്റ് സീറ്റുകളുടെ പ്രഖ്യാപനമെന്ന് BDJ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. NSS ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുമായി സംസാരിക്കും. കോട്ടയത്ത് താൻ മത്സരിക്കണമെന്ന് BJPയിൽ നിന്ന് ആവശ്യമുയർന്നുവെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. രണ്ട് നിയോജകമണ്ഡല സ്ഥാനാർത്ഥികളെയും 2 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റു 2 നിയോജകമണ്ഡല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. പക്ഷേ ഇവിടെയുള്ള സാമുദായികമായിട്ടുള്ള അല്ലെ മറ്റുള്ള സംഘടനകളൊക്കെ ആയി ഒന്ന് കൂടിയാലോചിച്ച് അവർക്കും കൂടെ കൂടുതൽ ആരാണ് താല്പര്യം എന്നതനുസരിച്ച് അവരെല്ലാം കണ്ട ശേഷം മാത്രം നമ്മുടെ കോട്ടയത്തെയും ഇടുക്കിയിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇത് വൈകിക്കുന്നത്. ഇപ്പോൾ കോട്ടയം സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരുണ്ട്, അല്ലെങ്കിൽ ഞാൻ മത്സരിക്കണം താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുണ്ട്. അതിൻ്റെ എല്ലാവരും ഒന്ന് നോക്കിയ ശേഷം ഫൈനലൈസ് ചെയ്യാം. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 401 402 സീറ്റാണോ NDAക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള സംശയം മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ആളോടും ചോദിച്ചാൽ. കോൺഗ്രസ് സംബന്ധിച്ചിടത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം 40 കിട്ടുമോ 38 കിട്ടുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ NDA ആണ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നതെന്നുള്ള ആർക്കും ഒരു സംശയമൊന്നുമില്ല. തീർച്ചയായും ഇവിടെ അക്കൗണ്ട് തുറന്നിരിക്കും. ഇവിടെ കൃത്യമായി 3 4 ആളുകൾ പാസ്സാകുന്ന തരത്തിലാണ് പ്രവർത്തനങ്ങൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജയിക്കാനുള്ള സാധ്യതകൾ ഒരിക്കലും തൽക്കാലം പറയില്ല.